ഇന്നത്തെ വിപണിയിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറഞ്ഞെങ്കിൽ ഭാരത് കോക്കിംഗ് കോൾ ലിമിറ്റഡിൻ്റെ IPO പൂർണ്ണമായും സബ്സ്ക്രൈബ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നൊരു വാർത്തയാണ് ഇന്നിപ്പോൾ വിപണിയിലേക്ക് വന്നിരിക്കുന്നത്. വിപണിയിൽ നിന്ന് 1071 കോടി രൂപ സമാഹരിക്കാനായിരുന്നു ഭാരത് കോക്കിംഗ് കോൾ ലിമിറ്റഡ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അതിപ്പോൾ ഒന്നാം ദിനം തന്നെ പൂർണ്ണമായും സബ്സ്ക്രിപ്ഷൻ നടന്നിട്ടുണ്ട്. ഈ ഒരു കമ്പനിയുടെ പ്രധാനപ്പെട്ട അസറ്റ്സ് പരിശോധിക്കുകയാണെങ്കിൽ ജാരിയയിലുള്ള കമ്പനിയുടെ കോൾ ഫീൽഡ്സ്, കോക്കിംഗ് കോൾ റിസർവ്സ് ഒക്കെ തന്നെ കമ്പനിക്ക് വലിയ ഒരു അഡ്വാൻറ്റേജ് ആണ്. ഈ ഒരു കോക്കിംഗ് കോളും മറ്റുമൊക്കെ ഉള്ളത് തന്നെ കമ്പനിക്ക് ഒരു മാർക്കറ്റ് ലീഡർഷിപ്പ് നൽകുന്നുണ്ടായിരുന്നു ഈ ഒരു കോക്കിംഗ് കോൾ സെഗ്മെൻറ്റിൽ. കൂടാതെ ലോജിസ്റ്റിക്സ് പരിശോധിക്കുകയാണെങ്കിലും ഇൻഫ്രാസ്ട്രക്ചർ പരിശോധിക്കുകയാണെങ്കിലും ഒക്കെ തന്നെ വളരെയധികം ശക്തമായിട്ടുള്ള ഒരു ബേസും കമ്പനിക്കുണ്ട്. അതിന് പുറമെ ഈ ഒരു മേഖലയിലേക്ക് കടക്കുകയാണെങ്കിൽ വളരെ ഹൈ ആയിട്ടുള്ള ഒരു ബാരിയേഴ്സ് ഉള്ള ഒരു മേഖല കൂടിയാണ്. ഇതൊക്കെ തന്നെ ഈ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു പോസിറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കമ്പനി കൂടിയാണ് നിലവിൽ ഇപ്പോൾ ഭാരത് കോക്കിംഗ് കോൾ. അതായത് ഇന്ത്യയുടെ ഒരു ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷനിലൊക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കമ്പനിയാണ്. കൂടാതെ ഗവൺമെൻറ് ഓൺഡ് പാഡ്, അതായത് കോൾ ഇന്ത്യയുടെ സബ്സിഡറി ആയതുകൊണ്ട് തന്നെ ഒരു ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു ബാക്കിംഗ് ഉള്ള ഒരു കമ്പനി എന്നുള്ളതൊക്കെ തന്നെ മാർക്കറ്റിൽ വലിയ രീതിയിലുള്ളൊരു പോസിറ്റിവിറ്റി തന്നെയാണ് ഈ ഒരു ഓഹരിക്ക് നൽകിയിരിക്കുന്നത്. 100% ഇഷ്യൂവും ഓഫർ ഫോർ സെയിലായിരുന്നു. പുതിയ ഇഷ്യൂസ് ഉണ്ടായിട്ടില്ല എന്നൊരു കാര്യം കൂടിയാണ് ഈ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്.